ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫയർബോൾട്ടിൻ്റെ ഹുറക്കൻ എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചാണ്. ഇത് K-Set സീരീസിൻ്റെ ഭാഗമായിട്ട് ഫയർബോൾട്ട് ലോഞ്ച് ചെയ്ത ഒരു സ്മാർട്ട് വാച്ചാണ്. ഇതിന് മാർക്കറ്റിൽ ഏകദേശം ഒരു 6,999 പ്രൈസാണ് വരുന്നത്. നമ്മളിപ്പോൾ മിന്ത്ര പോലത്തെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് കൂടെ കിട്ടും. ഫയർബോൾട്ടിന് റേസിംഗ് സീരീസിൻ്റെ ഭാഗമായിട്ട് വേറെ 2 വേരിയൻറ്റും കൂടെ ഉണ്ട്, എലമെൻറ്റോയും ഡിയാബ്ലോയും. എൻ്റെ ഇരിക്കുന്ന ഹൊറക്കെയിനാണ്. ഹുറക്കെയിൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മോഡറേറ്റ് ലെവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പകുതി മെറ്റലും പകുതി സിലിക്കണുമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യണം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴും ഡൗൺ ടു ബോട്ടം, ബോട്ടം ടു ഡൗൺ എല്ലാം ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഉള്ള ഇൻ്റർഫേസസ് ആണ്. ഇതാണ് ഇതിൻ്റെ ആപ്സിൻ്റെ മെനു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത്രം ആപ്സാണ് ഉള്ളത്. പക്ഷേ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ആപ്സും മനസ്സിലാവില്ല ഐക്കൺ വെച്ച്, കാരണം നമ്മൾ ഈ ഇൻ്റർഫേസിന് തന്നെ പുതിയതാണ്. അപ്പോൾ നമുക്ക് വേറൊരു ഇൻ്റർഫേസും കൂടെ കാണാം. നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റൈൽസ് മാറ്റാൻ പറ്റും. ഇപ്പോൾ കാണാം ഇച്ചിരി സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഐക്കൺസ് വിത്ത് നെയിം പാറ്റേൺ ആണ് ഇവർ സ്റ്റൈലായിട്ട് യൂസ് ചെയ്തേക്കണേ. അപ്പം ഈ സ്റ്റൈലിൽ നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ആപ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇതിന് ആപ്പ് സ്റ്റോർ ഉണ്ട്, നമുക്ക് വേറെ ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഗെയിംസ് കാര്യങ്ങളൊക്കെ. അതൊരു നല്ലൊരു സൈഡ് തന്നെയാണ് ഈ വാച്ചിൻ്റെ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ റേസിംഗ് സീരീസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫയർബോൾട്ടിൻ്റെ വാച്ചിൽ ഹുറക്കെയിൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം മറ്റേത് ഒന്ന് പ്ലാസ്റ്റിക് ആണ്, ഫുൾ പ്ലാസ്റ്റിക് ആൻഡ് റബ്ബർ ബിൽഡാണ് ഡിയാബ്ലോ എന്ന് പറയുന്നത്. അത് ഇച്ചിരി കാണാൻ രസമുണ്ട്, പക്ഷേ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കുറേ നാളുകൾക്ക് ശേഷം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ എടുക്കുന്നെങ്കിൽ കളറ് മാറ്റം സംഭവിക്കും. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, ഇത് മെറ്റലായിട്ടുള്ള എല്ലാ കേസുകൾക്കും 1,000-2,000 മുകളിൽ വിലയും വരും. അപ്പം വാല്യൂ ഉണ്ട് ഈ കേസിന്. പിന്നെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, നമുക്കൊരു ആപ്പിൾ വാച്ചിൻ്റെ ഒരു സെയിം ലൈക്ക് ഡിസൈനും ലുക്കിലുമാണ് വരുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് 2 ബട്ടൺസ് ആണുള്ളത്. അതുകൂടാതെ തന്നെ ഇത് വയർലെസ് ചാർജിങ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇത് ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ബാക്കിയുള്ള സ്മാർട്ട് വാച്ചസ് വെച്ച് നോക്കുമ്പം ഇതിൻ്റെ ചാർജിങ് ടൈം ഈസ് വെരി ലോ. ഇനി നമുക്കിത് കയ്യിലിട്ട് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏകദേശം ഇതുപോലെയാണ് നമ്മുടെ കയ്യിലിട്ട് കഴിയുമ്പോൾ തോന്നുക. ലൈക്ക് ഇറ്റ്സ് എ ലിറ്റിൽ ബൾക്കി വാച്ച്, ബട്ട് ഐ ഡോണ്ട് മൈൻഡ്. ലൈക്ക് എനിക്ക് ഇതുപോലത്തെ വാച്ചുകൾ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വാങ്ങിയത്. പിന്നെ എനിക്കൊരു പ്രശ്നമായി തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യെല്ലോയിഷ് സ്ട്രാപ്പിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെളി പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് വിത്തിൻ ലൈക്ക് 1 day ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ലൈക്ക് നല്ല രീതിയിൽ തന്നെ ചെളി ഇതിനകത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ഡേയ്സും എനിക്കിതിങ്ങനെ വാഷ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കിട്ടിയപ്പോൾ തൊട്ട്. അപ്പോൾ അതൊരു ചെറിയ പ്രോബ്ലമാണ് ഈ ടീൽ ഗ്രീൻ വേരിയൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ. അപ്പം ബ്ലാക്ക് സ്ട്രാപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ചെളി പിടിക്കുന്നതൊന്നും അറിയാൻ പറ്റില്ല. അപ്പം ബ്ലാക്ക് സ്ട്രാപ്പ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ബ്ലാക്കും സിൽവറും ആയിട്ടുള്ള ആ മോഡൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സ്ട്രാപ്പിൻ്റെ കറ പിടിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കാം. ഇത് ഒരു IPS ഡിസ്പ്ലേ ആണ്, 1.95 ഇഞ്ചിൻ്റെ. ഡയറക്റ്റ് സൺലൈറ്റിൽ വിസിബിലിറ്റി ഭയങ്കര പൂറാണ്. നമ്മൾ നോയ്സ് ഫിറ്റിൻ്റെ ഒക്കെ IPS പാനലുമായിട്ട് കമ്പയർ ചെയ്യുമ്പം റിയലി ബാഡായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. നോയ്സ് ഫിറ്റിൻ്റെ IPS പാനൽ എന്ന് പറയുന്നത് നല്ല ബ്ലാക്സും നല്ല കളർ റീപ്രൊഡക്ഷനും ഉണ്ട്. പക്ഷേ ഫയർബോൾട്ടിൻ്റെ IPS പാനൽ റിയലി പൂറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ക്വാളിറ്റി. ഇനിയിപ്പോൾ വാച്ചിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇതിനകത്ത് SpO2, ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ് ആൻഡ് ഓൾസോ ടെമ്പറേച്ചർ സെൻസർ, ECG, ഈ വക കാര്യങ്ങളെല്ലാം ഇതിൻ്റെ സെൻസർ യൂസ് ചെയ്ത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ നമുക്കൊരു സർട്ടൺ ഇൻ്റർവെല്ലിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ഇടാനും നമുക്ക് ഈ ഫയർബോൾട്ടിൻ്റെ FP ആക്റ്റീവ് എന്ന് പറയുന്ന ആപ്പ് വെച്ച് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ വാച്ചിൻ്റെ അകത്തുള്ള തീംസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുപോലെ കുറേ ഫേസുകൾ, 300 കണക്കിന് ഫേസുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിനകത്ത് പകുതിയും ആനിമേറ്റഡ് വാച്ച് ഫേസസ് ആണ്. Overall, for the price, I think this watch is worth it, but attention to detail is really poor, and also the speaker is bad and the display is poor quality of IPS. Other than that, I think this is a solid buy because you are getting a watch as well as a case, which is really affordable. ഫയർബോൾട്ട് ഹുറക്കെയിൻ്റെ അൺബോക്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞാലും അടിപൊളി തന്നെയാണ്. നമുക്കൊരു ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയൊരു വാച്ച് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ.